ഹായ് ഹലോ നമസ്കാരം. ടൈലിംഗ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഡിസംബർ 3 കറണ്ട് അഫേഴ്സ് ആണ്. ക്ലാസ് എല്ലാവരും മുഴുവനായിട്ട് കാണുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ ന്യൂസ്, ഡിസംബർ 3 ആഗോള ഭിന്നശേഷി ദിനമാണ്. എന്താണ്? ആഗോള ഭിന്നശേഷി ദിനമാണ് ഡിസംബർ 3. എന്നാണ് ഡിസംബർ 3 ഭിന്നശേഷി ദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയതെന്നറിയോ? 1992 മുതലാണ് എല്ലാ വർഷവും ഭിന്നശേഷി ദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. ഓക്കെ, 1900 അതേപോലെ 1982 ഭിന്നശേഷിക്കാരുടെ വർഷമായി ആഘോഷിച്ചത്. എന്നാണ്? 1982 കേട്ടോ. അപ്പോൾ ഭിന്നശേഷി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ച് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നോക്കാം. ഒന്ന് വിദ്യാകിരണം. എന്താണ്? വിദ്യാകിരണമാണ്. എന്താണ് വിദ്യാകിരണം? ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് സർക്കാർ എയ്ഡഡ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ അതേപോലെ ഓട്ടോണോമസ് സ്ഥാപനങ്ങളിൽ 1ാം ക്ലാസ് മുതൽ PG തലം വരെ വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണെന്ത്? വിദ്യാകിരണം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തത് വിദ്യാജ്യോതി. എന്താണ് വിദ്യാജ്യോതി? എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 9ാം ക്ലാസ് മുതൽ PG തലം വരെ പഠനം നടത്തുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും വാങ്ങുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണെന്ത്? വിദ്യാജ്യോതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പരിണയം എന്താണ്? പരിണയം ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ പെൺമക്കൾക്കും അതേപോലെ ഭിന്നശേഷിക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള വിവാഹ ധനസഹായ പദ്ധതിയാണെന്ത്? പരിണയം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തത് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ന്യൂസാണ്. ഉഷ ജാനകി രാമൻ. ഏത് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണെന്നറിയോ? നമ്മുടെ റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. 2025 ഡിസംബറിൽ RBIയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതയായിട്ടുള്ള വ്യക്തിയാണ് ആര്? ഉഷ ജാനകി രാമൻ എന്ന് പറയുന്നത്. ആരാണ്? ഉഷ ജാനകി രാമൻ. അപ്പോൾ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലത്തെ ഗവർണർ ആരാണ്? അതെ, സഞ്ജയ് മൽഹോത്രയാണ് അല്ലേ? ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. 26ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തത്, നമ്മുടെ സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് സമുച്ചയത്തിന്റെ പേരാണെന്ത്? ഓഫീസ് സമുച്ചയത്തിന്റെ പുതിയ പേരാണ് സേവാ തീർത്ത്. എന്താണ്? സേവാ തീർത്ത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമുച്ചയത്തിന്റെ പുതിയ പേരാണ് സേവാ തീർത്ത്. അപ്പൊ ലോക് ഭവൻ എന്താണ്? പറഞ്ഞേ, എന്താണ് ലോക് ഭവൻ? നമ്മുടെ ഗവർണർമാരുടെ വസതികളായ രാജ്ഭവന് കൊടുത്തിരിക്കുന്ന പുതിയ പേരാണെന്ത്? ലോക് ഭവൻ എന്ന് പറയുന്നത്. അപ്പൊ കർത്തവ്യപഥം എന്താണ്? രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയായ രാജ്പഥിന് നൽകിയ പേരാണെന്ത്? കർത്തവ്യപഥ്. എന്താണ്? കർത്തവ്യപഥ്. അടുത്തത് കർത്തവ്യ ഭവനമാണ്. എന്താണ് കർത്തവ്യ ഭവനം? നമ്മുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റിന് നൽകിയിരിക്കുന്ന പേരാണെന്ത്? കർത്തവ്യ ഭവനം എന്ന് പറയുന്നത്. അടുത്തത് ലോക് കല്യാൺ മാർഗ്. എന്താണ്? റേസ് കോഴ്സ് റോഡിന് നൽകിയ പേരാണെന്ത്? ലോക് കല്യാൺ മാർഗ് എന്ന് പറയുന്നത്. അടുത്തത് കമ്പലിയ ഒറൻഷ്യാക്ക. എന്താണ് കമ്പലിയ ഒറൻഷ്യാക്ക? 175 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വയനാട്ടിൽ നിന്ന് കണ്ടെത്തിയ വംശനാശം സംഭവിച്ചു എന്ന് കരുതിയിരുന്ന ഒരു പുഷ്പിത പരാത സസ്യമാണെന്ത്? കമ്പലിയ ഒറൻഷ്യാക്ക എന്ന് പറയുന്നത്. ഇത് ഒരു ഓറോ ഓഞ്ചസി സസ്യ കുടുംബത്തിൽ പെടുന്ന പരാത സസ്യമാണ് കേട്ടോ. ഏതാണ്? ഓറോ ഓഞ്ചസി സസ്യ വിഭാഗത്തിൽ പെടുന്ന ഒരു സസ്യമാണ്. അതായത് പുഷ്പിത പരാത സസ്യമാണെന്ത്? കമ്പലിയ ഒറൻഷ്യാക്ക എന്ന് പറയുന്നത്. 175 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടെത്തിയിട്ടുള്ളത്. വയനാട്ടിലാണ്. ഓക്കെ ആണോ? അടുത്തത്, 2025 54ാമത് ദേശീയ ദിനം ആഘോഷിക്കുന്ന രാജ്യമാണ് ഇത്? UAE. ഏതാണ്? UAE. UAE ആണ് 2025 ഡിസംബറിൽ 54ാമത് ദേശീയ ദിനം ആഘോഷിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത പോയിന്റ്, നമ്മുടെ ഇന്ത്യയും അതേപോലെ തന്നെ റഷ്യയും കൂടി സംയുക്തമായി വികസിപ്പിച്ച ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണെന്ത്? ബ്രഹ്മോസ് എന്ന് പറയുന്നത്. അതിന്റെ പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തിയായിട്ടുണ്ട്. എവിടെ വെച്ചാണ് പരീക്ഷണം എന്ന് വെച്ചാൽ ആൻഡമാൻ നിക്കോബാറിലാണ്. എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ് കേട്ടോ.
എവിടെയാണ് പരീക്ഷണം നടന്നത്? ആൻഡമാൻ നിക്കോബാറിലാണ്. അടുത്തത് 2027 ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം നിലവിൽ വരുന്നതാണ് ബൈഹനപ്പള്ളി NGEF ക്യാമ്പസ്. ബാംഗ്ലൂരുള്ള ബൈഹനപ്പള്ളി NGEF ക്യാമ്പസിലാണ് 2027 ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം നിലവിൽ വരുന്നത്. എവിടെയാണ്? ബാംഗ്ലൂരിലുള്ള ബൈഹനപ്പള്ളി NGEF ക്യാമ്പസിലാണ് കേട്ടോ. എന്താണ് വരുന്നത്? ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയമാണ് ബാംഗ്ലൂരിൽ വരാൻ പോകുന്നത്. ഓക്കെ, അടുത്തത് ഒരു സാങ്കേതിക വിദ്യയുടെ പരീക്ഷണമാണ്. പേര് റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലെഡ് എന്നാണ്. എന്താണ്? റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലെഡ് എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? യുദ്ധവിമാനം അപകടത്തിൽപ്പെടുമ്പോൾ പൈലറ്റുമാർക്ക് സുരക്ഷ ഒരുക്കാനുള്ള സാങ്കേതിക വിദ്യയ്ക്കായുള്ള ഒരു പരീക്ഷണമാണ് റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലെഡ് എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞേ, ആരായിരുന്നു നമ്മുടെ പ്രതിരോധ മന്ത്രി? അതെ, രാജ്നാഥ് സിംഗ് ആണ്. ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. അടുത്തത് ഒരു പദ്ധതിയാണ് ഗ്രീൻ റോയൽറ്റി പദ്ധതി. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി നെൽവയല്, അതേപോലെ കണ്ടൽക്കാട്, കുളം എന്നിവ സംരക്ഷിക്കുന്നവർക്ക് വാർഷിക അവകാശ ധനം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണെന്ത്? ഗ്രീൻ റോയൽറ്റി പദ്ധതി. എന്താണ്? ഗ്രീൻ റോയൽറ്റി പദ്ധതി ആരംഭിച്ചത് പൊന്നാനി മുനിസിപ്പാലിറ്റിയാണ്. മലപ്പുറം ജില്ലയിലുള്ള പൊന്നാനി മുനിസിപ്പാലിറ്റിയാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. എന്താണ് പദ്ധതി? ഇന്ത്യയിൽ ആദ്യമായിട്ട് നെൽവയല്, അതേപോലെ കുളം, കണ്ടൽക്കാട് എന്നിവ സംരക്ഷിക്കുന്നവർക്ക് വാർഷിക അവകാശ ധനം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണെന്ത്? ഗ്രീൻ റോയൽറ്റി പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തത് നമുക്ക് പരിചിതമായ ഒരു പേരാണ് PR ശ്രീജേഷ്. PR ശ്രീജേഷ് ഏത് കായിക ഇനമാണ്? അതെ, ഹോക്കിയാണ് അല്ലേ. അദ്ദേഹത്തെ നമ്മുടെ കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിച്ചിട്ടുണ്ട്. എന്താണ്? നമ്മുടെ കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിച്ചിട്ടുള്ളത് ആരെയാണ്? കായിക താരം, ഹോക്കി താരമായിരിക്കുന്ന PR ശ്രീജേഷിനെയാണ് കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ നമുക്കൊന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്ത് നോക്കാം. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഒന്നാമത് പറഞ്ഞത് ഡിസംബർ 3 ആഗോള ഭിന്നശേഷി ദിനമാണെന്ന് പറഞ്ഞു. എന്ന് മുതലാണ് ആഘോഷിച്ചിരുന്നത്? ആഗോള ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് എന്ന് മുതലായിരുന്നു? പറഞ്ഞേ. അതെ, 1992 മുതലാണ് എല്ലാ വർഷവും ഭിന്നശേഷി ദിനമായിട്ട് ഡിസംബർ 3 ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഭിന്നശേഷി വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 പദ്ധതികളാണ് വിദ്യാകിരണം, അതേപോലെ വിദ്യാജ്യോതി, അതേപോലെ പരിണയം എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ RBIയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ആര്? ഉഷ ജാനകി രാമൻ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമുച്ചയത്തിന്റെ പുതിയ പേരാണ് സേവാ തീർത്ത്. അതേപോലെ ഗവർണറിന്റെ ആണെന്ത്? രാജ്ഭവൻ എന്നുള്ളത് മാറ്റിയിട്ട് ലോക് ഭവൻ ആക്കിയിട്ടുണ്ട്. അടുത്തത് ഒരു സസ്യമാണ്, പുഷ്പിത പരാത സസ്യമാണ് കമ്പലിയ ഒറൻഷ്യാക. വയനാട്ടിലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. 175 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയതാണ്. വംശനാശം സംഭവിച്ചു എന്ന് കരുതിയിരുന്നൊരു സസ്യമാണ് വയനാട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ തന്നെ 54ാമത് ദേശീയ ദിനം ആഘോഷിക്കുന്നത് എവിടെയാണ്? 2025 ഡിസംബറിൽ 54ാമത് ദേശീയ ദിനം ആഘോഷിക്കുന്നത് UAE ആണ് കേട്ടോ. അടുത്തത് നമ്മുടെ ഇന്ത്യയും റഷ്യയും കൂടി സംയുക്തമായിട്ട് വികസിപ്പിച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണെന്ത്? ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ആൻഡമാൻ നിക്കോബാറിലാണ് ഇതിന്റെ പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഓക്കെ ആണോ? അടുത്തത് നമ്മുടെ എന്താ പറഞ്ഞത്? ബൈഹനപ്പള്ളി NGEF ക്യാമ്പസിൽ എന്ത് വരുന്നു എന്നാ പറഞ്ഞത്? 2027 ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം ആണ് ബാംഗ്ലൂരിലുള്ള ബൈഹനപ്പള്ളി NGEF ക്യാമ്പസിൽ വരാൻ പോകുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ യുദ്ധവിമാനം അപകടത്തിൽപ്പെടുമ്പോൾ പൈലറ്റുമാർക്ക് സുരക്ഷ ഒരുക്കാനുള്ള സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ് റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലെഡ് എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നെൽവയല്, കണ്ടൽക്കാട്, അതേപോലെ കുളം എന്നിവ സംരക്ഷിക്കുന്നവർക്ക് വാർഷിക അവകാശ ധനം നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണെന്ത്? ഗ്രീൻ റോയൽറ്റി പദ്ധതി. അത് ആരംഭിച്ചത് പൊന്നാനിയാണ്, മലപ്പുറം ജില്ലയിലുള്ള പൊന്നാനി മുനിസിപ്പാലിറ്റി ആണെന്ന് പറഞ്ഞു. അടുത്തത് നമ്മുടെ കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി PR ശ്രീജേഷ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ